ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സരിതാസ് ഓൺലൈൻ ക്ലാസ്സസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഡെയിലി ഉപയോഗിക്കാൻ പറ്റിയ കുറച്ച് സെന്റൻസുകളാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പൊ മറക്കാതെ നമ്മുടെ ചാനൽ എല്ലാവരും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. ആദ്യത്തെ വാക്ക് വാട്ട് എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? എന്താണ് വാട്ട്? എന്ത് അല്ലെ? എന്ത്, വാട്ട്, എന്ത്. വാട്ട് ഈസ് യുവർ നെയിം നമ്മൾ എപ്പോഴും ചോദിക്കാറുള്ള ഒരു സെന്റൻസ് ആണ്. എന്താണ് നിന്റെ പേര് അല്ലെ? അപ്പൊ നമുക്ക് വാട്ട് ഉപയോഗിച്ചുകൊണ്ട് ഉള്ള കുറച്ച് ചെറിയ സെന്റൻസുകൾ ഒന്ന് പരിചയപ്പെടാം. എന്ത് പറയണം? എന്ത് പറയണം? വാട്ട് ടു സേ, വാട്ട് ടു സേ. എന്ത് കൊടുക്കണം? എന്ത് കൊടുക്കണം? നമ്മളൊരു ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കണം ആർക്കെങ്കിലും. അപ്പൊ നമ്മൾ പറയും എന്ത് കൊടുക്കണം അല്ലെ? അയാൾക്ക് എന്ത് കൊടുക്കണം നമ്മൾ എന്ന് പറയും. എന്താണ്? വാട്ട് ടു ഗീവ്, വാട്ട് ടു ഗീവ്. എന്ത് കഴിക്കണം? എന്ത് കഴിക്കണം? ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ എന്ത് കഴിക്കണം? എന്ത് കഴിക്കണം? വാട്ട് ടു ഈറ്റ്, വാട്ട് ടു ഈറ്റ്. എന്ത് കൊണ്ടുവരണം? എന്ത് കൊണ്ടുവരണം? കൊണ്ടുവരിക എന്നുള്ളതിന് ബ്രിങ് ആണ്. അപ്പൊ നിങ്ങൾ ഇതിന്റെ ഉത്തരം ഒന്ന് കമന്റ് ചെയ്യുക. ബിഗൺ, ബിഗൺ തുടങ്ങി, ബിഗൺ തുടങ്ങി. അപ്പൊ ബിഗൺ വെച്ചിട്ടുള്ള ഒരു സെന്റൻസ് പരിചയപ്പെടാം. അവൾ ചിരിക്കാൻ തുടങ്ങി അല്ലെ? ഞാൻ പറയുന്ന ഒരു തമാശ കേട്ടിട്ട് അവൾ ചിരിക്കാൻ തുടങ്ങി എന്ന് പറയാം അല്ലെ? അവൾ ചിരിക്കാൻ തുടങ്ങി എങ്ങനെ പറയാം? ഷീ ബിഗൺ ടു ലാഫ്, ഷീ ബിഗൺ ടു ലാഫ്. ലാഫ് എന്ന വാക്കിന്റെ അർത്ഥം ചിരിക്കുക. അവർ നടക്കാൻ തുടങ്ങി, അവർ നടക്കാൻ തുടങ്ങി എങ്ങനെ പറയാം? ദേ ബിഗൺ ടു വോക്ക്, ദേ ബിഗൺ ടു വോക്ക്. അവൻ കഴിക്കാൻ തുടങ്ങി, അവൻ കഴിക്കാൻ തുടങ്ങി. ഹി ബിഗൺ ടു ഈറ്റ്, ഹി ബിഗൺ ടു ഈറ്റ്. ബിഫോർ എന്ന വാക്കിന്റെ അർത്ഥം മുൻപ് എന്നാണ്. ബിഫോർ എന്ന വാക്കിന്റെ അർത്ഥം മുൻപ്. അപ്പൊ നമുക്ക് ബിഫോർ ചേർത്തിട്ടുള്ള കൊച്ചു കൊച്ചു സെന്റൻസ് പരിചയപ്പെടാം. എനിക്ക് മുൻപ്, എനിക്ക് മുൻപ്. ബിഫോർ മീ, ബിഫോർ മീ. അവൾക്ക് മുൻപ്, അവൾക്ക് മുൻപ്. ബിഫോർ ഹെർ, ബിഫോർ ഹെർ. അങ്ങനെയെങ്കിൽ നിനക്ക് മുൻപ് എങ്ങനെ പറയാം? ഇതിന്റെ ഉത്തരം എല്ലാരും ഇപ്പോൾ തന്നെ കമന്റ് ചെയ്യുക. ആഫ്റ്റർ അർത്ഥം എന്താണ്? ശേഷം. ആഫ്റ്റർ ശേഷം. സെന്റൻസുകൾ പരിചയപ്പെടാം. എനിക്ക് ശേഷം, എനിക്ക് ശേഷം. ആഫ്റ്റർ മീ, ആഫ്റ്റർ മീ. നിനക്ക് ശേഷം, നിനക്ക് ശേഷം. ആഫ്റ്റർ യു, ആഫ്റ്റർ യു. ഞങ്ങൾക്ക് ശേഷം, ഞങ്ങൾക്ക് ശേഷം. ആഫ്റ്റർ അസ്, ആഫ്റ്റർ അസ്. എബൌട്ട് കുറിച്ച്, എബൌട്ട് കുറിച്ച്. നമുക്ക് എബൌട്ട് ചേർത്തിട്ടുള്ള ചെറിയ സെന്റൻസുകൾ പരിചയപ്പെടാം. ആരെ കുറിച്ച്, ആരെ കുറിച്ച്. എബൌട്ട് ഹും, എബൌട്ട് ഹും. അവനെ കുറിച്ച്, അവനെ കുറിച്ച്. എബൌട്ട് ഹിം, എബൌട്ട് ഹിം. അവളെ കുറിച്ച്, അവളെ കുറിച്ച്. എബൌട്ട് ഹെർ, എബൌട്ട് ഹെർ. ഞങ്ങളെ കുറിച്ച്. എബൌട്ട് അസ്, എബൌട്ട് അസ്. അതിനെ കുറിച്ച്, അതിനെ കുറിച്ച് എങ്ങനെ പറയാം? എബൌട്ട് ദാറ്റ്, എബൌട്ട് ദാറ്റ്. അവരെ കുറിച്ച്, അവരെ കുറിച്ച്. നീ ആരെ കുറിച്ചാണ് സംസാരിക്കുന്നത്? ഞാൻ അവരെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അവരെ കുറിച്ച്. എബൌട്ട് ദം, എബൌട്ട് ദം. ഹു ആര്, ഹു ആര്. ഹു വെച്ചിട്ടുള്ള സെന്റൻസ് പരിചയപ്പെടാം. നീ ആരാണ്, നീ ആരാണ്. ഹു ആർ യു, ഹു ആർ യു. അവർ ആരാണ്, അവർ ആരാണ്. ഹു ആർ ദേ, ഹു ആർ ദേ. ആരാണ് സംസാരിക്കുന്നത്, ആരാണ് സംസാരിക്കുന്നത്. ഹു ഈസ് സ്പീക്കിംഗ്, ഹു ഈസ് സ്പീക്കിംഗ്. അതാരാണ് ചെയ്തത്, അതാരാണ് ചെയ്തത്. ഹു ഡിഡ് ഇറ്റ്, ഹു ഡിഡ് ഇറ്റ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ട 25 സെന്റൻസും നിങ്ങൾ ഇപ്പോൾ തന്നെ പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഉറപ്പായി നിങ്ങൾ നോട്ട് എഴുതുക, പഠിക്കുക, ഇടയ്ക്കിടയ്ക്ക് റിവിഷൻ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ പഠിക്കുന്ന സെന്റൻസുകളൊക്കെ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കാനും ശ്രദ്ധിക്കുമല്ലോ. അപ്പൊ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനി അടുത്തൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. ലവ് യു ഓൾ.